അപ്പോൾ ഇന്ന് നമ്മളെ കാത്തുമ്മയ്ക്ക് എന്തൊക്കെയാണ് കൊടുത്തേക്കണേന്ന് നോക്കിയാൽ ഇന്ന് ചെറിയൊരു പരീക്ഷണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് മേശമ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിന് കൊടുത്തേക്കുന്നത് ചിക്കൻ പാസ്തയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണമെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഇൻസ്റ്റയിൽ വീഡിയോ കണ്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ കാത്തുൻ്റെ ടീസ്പൂൺ കൂടി വെച്ച് അതങ്ങട് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്സിന് കൊടുത്തേക്കുന്നത് ഇന്ന് കുഞ്ഞ് പഴംപൊരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 4 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. അതേപോലെ തന്നെ 3 കാടമുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് മാമ്പഴം കട്ട് ചെയ്തതും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ കാത്തുമ്മയ്ക്ക് ഇത്രയൊക്കെ കൊടുത്തേക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പാസ്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാൻ പോയാലോ? ആദ്യം തന്നെ നമ്മളൊരു ഇഡ്ഡലി പാത്രം എടുക്കണം ട്ടോ. അപ്പൊ എൻ്റെ ആ പാത്രം നോക്കണ്ട. അത് പഴയതായതിൻ്റെ ചെറിയ കുറവുകളൊക്കെ അയ്മെ കാണാനുണ്ട്. ഇനി അതിലേക്ക് നമ്മള് പാസ്ത ഇട്ട് കൊടുക്കും. ഇനി അത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം തോന്നുന്നത് അത്രയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലും അതേപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ ഇഡ്ഡലി തട്ടില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ സവോള കട്ട് ചെയ്തതും അതേപോലെ തന്നെ ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി ഇട്ട് മസാല പരത്തി വെച്ചതാണ്. അതുകൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത തട്ട് വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 3 മുഴുവൻമുളകും ഒരു തക്കാളിയും വെച്ച് ഇതങ്ങട് അടച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് ചിക്കനും പാസ്തയും മാറ്റി വെച്ച് ബാക്കി എല്ലാം കൂടി ഒരു അരച്ചിട്ട് ഒരു ഗ്രേവി രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ വെക്കുക. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് നന്നായി മെൽറ്റായി വരുമ്പോൾ നമ്മളെ സബോളയും തക്കാളിയും മുഴുവൻമുളകും അണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയൊക്കെ അരച്ചില്ലേ ആ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഞാൻ മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി കുറുകി വരുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര. ഞാനിത് എൻ്റെ മാത്രം ഇഷ്ടത്തിന് ചേർത്തതാണ്. പിന്നെ ഒറിഗാനോ എനിക്ക് എൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ശരിക്കും ഈ റെസിപ്പി ഇൻസ്റ്റയിൽ കണ്ടതാണെങ്കിലും ഈ ഒറിഗാനും പഞ്ചസാരയും എൻ്റെ മാത്രം ഇഷ്ടത്തിന് ചേർക്കുന്നതാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ വേവിച്ച പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ചിക്കൻ വേവിച്ചതുണ്ടായിരുന്നില്ലേ അതൊന്ന് നുള്ളിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക, നന്നായി മിക്സ് ആക്കുക. ഇത്രയ്ക്കുള്ള നമ്മൾ പാസ്ത ഉണ്ടാക്കണ പണി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒറിഗാനോ ചേർക്കുന്നുണ്ട്, അതെൻ്റെ മാത്രം ഇഷ്ടത്തിന്. എനിക്ക് ആ ഒരു ഒറിഗാനോ ഫ്ലേവർ കുറച്ച് മുന്നിൽ നിൽക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, അടിപൊളിയാണ്. അപ്പോൾ ദാ നമ്മളെ കാത്തുമ്മ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ബൈ.